ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് പോട്ടുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലെല്ലാം ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ 3, 4, ഇവിടെയും വെച്ചിട്ടുണ്ട്. 6, 3, 9 പോട്ടാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് കൂടുതൽ വാങ്ങിയാലും ഇനി വയ്ക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിലൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ചെണ്ടുമല്ലി വച്ചാലേ പറ്റത്തുള്ളൂ. 1, 2 വീതമൊക്കെ വെച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് നിൽക്കുന്നതിന് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഓരോ തൈ എടുത്ത് അതിനകത്തേക്ക് കുത്തി കൊടുക്കുക. എന്നിട്ട് മറ്റേ ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും എടുത്ത് ഒരെണ്ണം നടുക്കല്ല ഒരല്പം സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. ഒരെണ്ണം കൂടെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെയും വീണ്ടും എടുക്കാം. എനിക്ക് ഇഷ്ടമുണ്ട് വാങ്ങി വയ്ക്കണമെന്നൊക്കെ, പക്ഷെ നമുക്ക് സ്പേസ് ഇല്ല. ഇത്രയും തന്നെ ഇനിയിപ്പം ഇത് അന്ന് വെച്ചതുപോലെ തന്നെ ആയി കഴിഞ്ഞു. ഇനിയും താമരപ്പോട്ട് എനിക്ക് താഴെ ഇരിക്കുവാണ്, ഇവിടെ നിന്നെല്ലാം ഒഴിച്ചു കൊണ്ട് പോയത്. അപ്പോൾ ഇനി അതിലെങ്ങാനും എന്തെങ്കിലും വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജലദോഷം കേട്ടാൽ മാറിയിട്ടില്ല, അതാണ് സൗണ്ട് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് ഇനി എവിടെയെങ്കിലും എനിക്ക് ആ പോട്ടുകൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി എവിടെ വയ്ക്കുമെന്നുള്ള ഒരു ഇതിൽ ഇരിപ്പുണ്ട്. കുറച്ച് സാധാ ചെടികൾ ഇവിടെ മുകളിലുണ്ട്, പക്ഷെ അത് മാറ്റിയാലും നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൽ വളമൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ 10 താമരപ്പോട്ട് മാറ്റിയല്ലോ, അപ്പോൾ അതിൻ്റെ മണ്ണും അപ്പം വളവും എല്ലാം അതിനകത്തുണ്ട്. നമുക്കതിലൊന്നും നമുക്ക് വേറെ ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മഴ മാറുന്നില്ല കേട്ടോ, നല്ല മഴയാണ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി. എന്ന് വെച്ചാൽ വീണ്ടും മഴ പെയ്തു, വീണ്ടും താഴെ ഇറങ്ങി. സുഖമില്ലാത്തത് കൊണ്ട് കൂടുതലും തണുപ്പടിക്കുമ്പം വീണ്ടും നമുക്ക് അസുഖം കൂടാനാണ് ചാൻസ് കൂടുതൽ. എന്നാലും നമുക്കിത് ചെയ്യാതിരിക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം എല്ലാത്തിനും 2 വീതം വച്ചേക്കുവാണ് ഞാൻ. അല്ലാതെ നമുക്ക് സ്പേസ് ഇല്ല കേട്ടോ, വയ്ക്കാനും സ്പേസേ ഇല്ല. ഇനി അതുകൊണ്ടാണ് ഞാൻ പോട്ട് വാങ്ങാത്തതും. ഇത് 9 മറ്റേ ഹോളില്ലാത്തത് ഒരു 6 കണ്ടാന്ന് തോന്നുന്നു. 6 കൂടി ഉള്ളു. ഇത് ഇത്രയും ഇതിനകത്ത് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്, കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ദാണ്ട് ഇതിൽ പ്രൂൺ ചെയ്ത് വെക്കേണ്ട കുറച്ച് വെറൈറ്റി കുറച്ചുകൂടെ ഉണ്ട്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ശാഖകളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടം വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഊന്നിക്കൊടുക്കാം. കണ്ടോ, നല്ല പ്ലാന്റാണ് കണ്ടോ. നമ്മൾ വാങ്ങിയതിനെക്കാട്ടിലും നല്ല പ്ലാന്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് എടുക്കാം. ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ചെറുതും കൂടെ ഒന്ന് കട്ടായിപ്പോയി കേട്ടോ. നമുക്കതിലെടുത്ത് കുത്തി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതും പിടിക്കും കേട്ടോ, ഇതും പിടിക്കും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്പേസ് ഇല്ല വയ്ക്കാനായിട്ട്. ഇപ്പം തന്നെയും തീർന്നു. ഇനി ഇവിടെ നിൽക്കുന്നതിലും എല്ലാം നല്ല പ്ലാന്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് വയ്ക്കാം. കുറച്ച് കവറിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് നോക്കാം. എവിടെയെങ്കിലും വെച്ച് പിടിപ്പിച്ചാലേ ഒത്തിരി പൂക്കൾ നമുക്ക് വണ്ട് വന്നിരുന്ന് കഴിക്കുന്നു. കുറച്ച് പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേറെ ഒന്നിനുമല്ല, കാണാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രാവശ്യം ചെണ്ടുമല്ലി വാങ്ങിയത്. അപ്പോൾ അതൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പോട്ടും ഒഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ. 9 വെച്ച് കഴിഞ്ഞു. ഇനിയും എനിക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ഏതെങ്കിലും കവറുകളിലോ നമ്മൾ സാധനം വാങ്ങുന്ന കവറുകളിലോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, നല്ലതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട്, ഒരു 6-7 പോട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ വയ്ക്കാനായിട്ട് കഴിയും. അപ്പം നല്ല മഴയാണ്. നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. പനിയും ജലദോഷമൊക്കെ വന്നിട്ട് വരെ മാറാത്തതിൻ്റെ കാരണം നമുക്ക് മഴയും കൂടെ ആയതുകൊണ്ടാണ്.
പിന്നെ ഒരാളെ കൂടെ ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുള്ളൂ. അതായത് കണ്ട ബട്ടർ മിൽക്കാണ്, പച്ച കളർ താമര കണ്ട. ഞാൻ ഒത്തിരി പ്രാവശ്യം വാങ്ങി വെച്ചിട്ടുള്ള വെറൈറ്റി ആയിരുന്നു, ഇപ്പോഴാണ് ഒന്ന് പൂവിട്ടത്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പിയോണി. അപ്പം ഇതൊക്കെ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എന്നും കാണിക്കുന്നതല്ലേ, അത് മാത്രമാണ് ഇന്നിപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇത് പിങ്ക് മിസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഫ്ലവർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൊച്ചു ഗാർഡനും എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.